നമസ്കാരം. ജനപക്ഷത്തിലേക്ക് സ്വാഗതം. ജനപക്ഷം ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുള്ള സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ ജനപക്ഷം നടത്തുന്നത്. ലീഗ് കോൺഗ്രസ് തർക്കം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ സൗഹൃദ മത്സരം നടത്താൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിലും ലീഗിലും ഉണ്ടായിരിക്കുന്ന ധാരണ. എന്തായാലും വലിയ വാശിയേറിയ ഒരു പോരാട്ടം തന്നെ നടക്കുന്നു. ചിലയിടങ്ങളിൽ CPM-ഉം ലീഗും തമ്മിൽ ധാരണ ഉണ്ടായിരിക്കുന്നു, ചിലയിടങ്ങളിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ ധാരണ ഉണ്ടായിരിക്കുന്നു. BJP കരുത്ത് തെളിയിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഒരു ചൂടേറിയ ചർച്ച തന്നെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC സെക്രട്ടറിയായ VV പ്രകാശ്, ലീഗ് ജില്ലാ സെക്രട്ടറിയായ TV ഇബ്രാഹിം, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B ശശികുമാർ, അതുപോലെ തന്നെ BJP-യുടെ ദേശീയ സമിതി അംഗമായ വാസുദേവൻ മാസ്റ്റർ എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. നമുക്ക് ആദ്യം ഗസ്റ്റുകളിലേക്ക് പോകാം. ശ്രീ VV പ്രകാശ്, ലീഗ് കോൺഗ്രസ് തർക്കം തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചയ്ക്ക് ഇടം നൽകിയിരിക്കുന്നത്. ഇന്നലെ വരെ കോൺഗ്രസ് ലീഗും തമ്മിൽ ധാരണ ഉണ്ടാക്കാൻ ഇന്നലെ രാത്രി വരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലത്തെ സ്ഥിതി അനുസരിച്ച് ഏതാണ്ട് 8ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ സൗഹൃദ മത്സരമാകാം. അത് മാധ്യമത്തിൽ അങ്ങനെ പറയുന്നു, മാധ്യമങ്ങളിൽ പറയുന്നത് സൗഹൃദ മത്സരമാണ്. പക്ഷേ സൗഹൃദ മത്സരമാണോ അല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ലീഗുമായി ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? ലീഗുമായിട്ടുള്ള ധാരണയിൽ തന്നെയാണ്, UDF സംവിധാനത്തിൽ തന്നെയാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും UDF ഒറ്റക്കെട്ടായി തന്നെയാണ് മത്സരിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ ചില പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരും ലീഗിൻ്റെ പ്രവർത്തകന്മാരും തമ്മിൽ യോജിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവിടെ സൗഹാർദ്ദ മത്സരം പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് UDF-ൻ്റെ അടിസ്ഥാന ഘടനയ്ക്ക് തകരാറുണ്ടാകുന്ന രീതിയിലേക്ക് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വളർന്നിട്ടില്ല. മലപ്പുറം ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും മിക്ക പ്രദേശങ്ങളിലും UDF ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസും അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സൗഹൃദ മത്സരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് തരത്തിലുള്ള സൗഹൃദ മത്സരമാണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും മത്സരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഈ സൗഹൃദ മത്സരം എന്ന വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൗഹൃദ മത്സരം എന്ന വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സരത്തിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പ്രശ്നമല്ല. UDF-ലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ എന്നുള്ള നിലയിൽ കോൺഗ്രസും മുസ്ലിം ലീഗിനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യോജിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായ ഐക്യത്തിന് തകരാറ് സംഭവിക്കാത്ത രീതിയിൽ സൗഹാർദ്ദം നിലനിർത്താവുന്ന എത്രമാത്രം നിലനിർത്താൻ സാധിക്കുമോ അത്രമാത്രം നിലനിർത്തിക്കൊണ്ട് അനിവാര്യമായ സാഹചര്യങ്ങളിൽ ഉണ്ടായ മത്സരം ആ ഒരു സ്പിരിറ്റിൽ കണ്ടുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഈ സൗഹാർദ്ദ മത്സരം എന്ന് ഉദ്ദേശിച്ചത്. ആത്യന്തികമായി കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ഉൾക്കൊള്ളുന്ന മുന്നണിയുടെയും ഒക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി CPM-ൻ്റെ നേതൃത്വത്തിലുള്ളതും അതുപോലെ ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് ശക്തമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. TV ഇബ്രാഹിം, ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് ഏറ്റവും പ്രധാന എതിരാളി CPM-ഉം അതുപോലെ തന്നെ ഒരു പക്ഷേ BJP-യും ആയിരിക്കും എന്ന് പറയുമ്പോഴും മലപ്പുറം ജില്ലയിലെ പലയിടങ്ങളിലും കോൺഗ്രസിൻ്റെ എതിരാളി ലീഗായി മാറി എന്നുള്ളൊരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നു. അതെത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് മറച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. ലീഗിൻ്റെ തട്ടകം തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്നത്. കോൺഗ്രസിന് അർഹമായ സീറ്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട് എന്ന് പല നേതാക്കളും പറയുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം കൂടുതൽ സീറ്റ് വേണം എന്നുന്നയിക്കുന്ന കോൺഗ്രസിന്റെ വാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ലീഗിന്റെ തട്ടകം തന്നെയല്ലേ മലപ്പുറം? VV പ്രകാശ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അടിസ്ഥാനപരമായ ഒരൈക്യമുണ്ട്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടും സമീപനവും ആശയപരമായ പൊരുത്തവും UDF-ലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പരസ്പരം വിട്ടുനിന്നുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകന്മാരും അവിടെയുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളും ഒരു പക്ഷേ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദങ്ങളുമെല്ലാം ഞങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് തടസ്സമായി നിന്നേക്കാം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവിടെയുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലുള്ള ഒരു മത്സരം നടത്തണം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം ഇവിടെ പത്രമാധ്യമങ്ങളൊക്കെ ഉയർത്തി കാണിച്ചതുപോലെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു അനൈക്യത്തിൻ്റെ രാഷ്ട്രീയ വിഷയമായിട്ടല്ല കൊണ്ടുവരേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ ഏതാണ് എന്നുള്ളതാണ് പറയേണ്ടത്. മലപ്പുറം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമല്ല ഏതു ഘടകകക്ഷികളും ഇപ്പോൾ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ UDF-ൻ്റെ ശക്തി കേന്ദ്രമാണ്.
ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്ക് പോലും ഒരുമിച്ച് ഒരു ഐക്യത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ട്. CPM അതിൻ്റെ നിലപാട്, CPM സത്യത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പദ്ധതിയല്ലേ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്? പല സ്ഥലങ്ങളിലും ലീഗിനോട് CPM അല്ല, ലീഗിന് CPM-നോടും CPM-ന് ലീഗിനോടും ഒരു മൃദു സമീപനം ഉണ്ടെന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPM-ഉം തമ്മിൽ ധാരണയോട് കലക്കവെള്ളത്തിൽ മീൻ പിടിപ്പിക്കുകയല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം, ഈ സൗഹൃദ മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചു. എനിക്ക് മനസ്സിലായിടത്തോളം ഒരു വാർഡിൽ കോൺഗ്രസ് നിൽക്കുകയാണ്, അപ്പുറത്ത് ലീഗ് നിൽക്കുകയാണെങ്കിൽ മൈക്ക് കെട്ടി ചെല്ലുമ്പോൾ ഓരോ വാർഡിനും അനുസരിച്ച് മൈക്ക് അനൗൺസ്മെൻറ്റ് കീപ്പ് ചെയ്യണം. സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഒരു വാർഡിൻ്റെ അപ്പുറത്തെ വാർഡിൽ സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അത് പരസ്പരം കൂടിക്കലരാൻ ഇടയാവരുത് എന്നെല്ലാം പറയുന്നതാണ് ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ്. മുന്നണി രാഷ്ട്രീയത്തിൽ UDF നൽകിയ ഒരു സംഭാവനയാണ് കോഡ് ഓഫ് കോണ്ടക്റ്റ്. ഇത് ലോകത്തെ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനൊരു സംഭവം. കേരളത്തിലെ UDF-ൻ്റെ അടിത്തറ തകർന്നു തുടങ്ങി, അതിൻ്റെ തുടക്കം കുറിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് എന്നുള്ളതിൻ്റെ വിളംബരമാണിത്. സൗഹൃദ മത്സരമല്ലാതെ UDF-ൻ്റെ അന്ത്യം ആരംഭിക്കുന്ന മത്സരമാണിതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്നോട് ചോദിച്ച ചോദ്യം, കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുകയല്ലേ എന്ന്. കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ കിട്ടുകയാണെങ്കിലൊക്കെ ഞങ്ങൾ പിടിക്കും. പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു സമീപനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ 32 സീറ്റ്, അതിൽ 20 സീറ്റ് CPM മത്സരിക്കുന്നു, 5 സീറ്റിൽ CPI മത്സരിക്കുന്നു. വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും സൗഹൃദ മത്സരം ഞങ്ങൾ അംഗീകരിക്കില്ല. മത്സരത്തിൽ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാവും ഇടതുപക്ഷ മുന്നണിക്ക്, റിബലുകൾ വരും. അല്ലാതെ ഒരു നിലയ്ക്കും മറ്റൊന്നിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിനെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ലീഗിനെയും മറുഭാഗത്ത് BJP-യെയും ശക്തമായി എതിർത്തുകൊണ്ട് ഈ തെറ്റായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള ഒരു പൊതു പോരാട്ടം വളർത്തിയെടുക്കുക എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. BJP മത്സരിക്കേണ്ടത് CPM-നോടും കോൺഗ്രസിനോടും ലീഗിനോടുമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ BJP എങ്ങനെ മലപ്പുറത്ത് നേരിടാൻ ഉദ്ദേശിക്കുന്നു? എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ? വളരെ അധികം പ്ലാൻ ചെയ്തുകൊണ്ട് എന്താണോ ഒരു തദ്ദേശ ഭരണ സ്വയം തെരഞ്ഞെടുപ്പിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടുന്ന പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്ത്, ഓരോ പഞ്ചായത്തിൻ്റെയും വാർഡുകളുടെയും വികസനത്തിനു വേണ്ടി കഴിഞ്ഞ 5 വർഷമോ അതിൻ്റെ അധികമോ ഭരിച്ച ഈ ഭരണാധികാരികൾ എന്തു ചെയ്തു എന്നതിനെപ്പറ്റി ശരിയായ ഒരു കണക്കെടുത്ത് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഇതേ രീതിയിലുള്ള ചില മത്സരങ്ങളുടെ പേരിൽ, ചില മറ്റ് കാര്യങ്ങളുടെ പേരിൽ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് വലിച്ചു വിട്ട് അവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസനത്തിൻ്റെയോ അഴിമതിയുടെയോ അല്ലെങ്കിൽ നാടിൻ്റെ ദുരിതാവസ്ഥയോ പറ്റി ഒന്നും സംസാരിക്കാതെയോ ചർച്ച ചെയ്യാതെ വിടുന്ന ഒരു സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേ രീതിയിലുള്ള ചർച്ചകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ് നടപ്പാവുന്നതും. പിന്നെ മറ്റൊന്ന്, BJP-യെ സംബന്ധിച്ച് അടുത്ത് വരാൻ പോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു ചെറിയ ലാബറട്ടറി എക്സ്പീരിയൻസ് ആണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമൂഹമാണ് ഈഴവ സമൂഹം. ആ ഈഴവ സമൂഹത്തിൻ്റെ ഒരു നേതാവിനെ രാഷ്ട്രീയമായിട്ട് ഉയർത്തി കാണിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഇവർ കാണിക്കുന്നത്? CPM കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് സമരങ്ങളാണെന്ന് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇവിടെ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലും മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ CPM-ഉം ലീഗും തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. അതുപോലെ തന്നെ കോൺഗ്രസും CPM കൂടി ലീഗിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ നിങ്ങളുടെ 3 പേരുടെ നിലപാടെന്താ? നിങ്ങൾക്ക് ശരിക്കും അധികാരം കിട്ടുക എന്നുള്ളതല്ലാതെ നിങ്ങൾ എന്ത് ആദർശമാണുള്ളതെന്ന് ചോദിക്കാം. വെറും ആക്ഷേപങ്ങൾ മാത്രമാണ്. ഒന്ന്, കേരളത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സമരമില്ല, സമരമേ ഉള്ളൂ. ആ സമരങ്ങളിൽ ഏറിയ കൂറും വിജയിക്കുകയാണ് ചെയ്തത്. സമരങ്ങൾ വിജയിക്കുന്നു എന്ന് വന്നപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് സമരങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ മുസ്ലിം ലീഗുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരു ഒത്തുതീർപ്പില്ല. അവരോട് ഏറ്റുമുട്ടുന്നത് ഞങ്ങളാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ BJP-യെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു സൈലൻറ്റ് പാർട്ട്ണറായി പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഇവർ 3 പേരും ചേർന്ന് കേരളത്തെ വർഗീയവൽക്കരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തെ തടയാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ആ ശ്രമത്തെ ഉറച്ചു നിന്ന് എതിർക്കുകയാണ് CPM ചെയ്യുന്നത്. അല്ല, മലപ്പുറത്ത് തന്നെ കരുവാരക്കുണ്ടിലും ലീഗും CPM തമ്മിൽ ധാരണയല്ലേ കോൺഗ്രസ് തോൽപ്പിക്കാൻ? ഇല്ല, ഉണ്ട്. ഇല്ല. ഇല്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞു? ഏത് കരുവാരക്കുണ്ടിൽ, ഏത് വാർഡിൽ, ഏത് പഞ്ചായത്തിൽ, ഏത് വാർഡിൽ, ഏത് ജില്ലാ ഡിവിഷനിൽ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ, ഏത് പഞ്ചായത്തിൽ, ഏത് വാർഡിൽ? ഞാൻ ചോദിക്കട്ടെ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ പാണ്ഡമംഗലം വാർഡിൽ CPM സ്ഥാനാർത്ഥി ആരാ? പാണ്ഡമംഗലം എന്നല്ല, ഒരു വാർഡിലും CPM കോൺഗ്രസുമായിട്ടോ BJPയുമായിട്ടോ മുസ്ലിം ലീഗുമായിട്ടോ ഞങ്ങൾ ഒരു സ്ഥലത്തും കൂട്ടുകെട്ടില്ല. അത് തീർത്തും ആക്ഷേപമാണ്. പാണ്ഡമംഗലം വാർഡിൽ CPM സ്ഥാനാർത്ഥിയുള്ളൂ. അറിയില്ലല്ലോ, നമുക്കിപ്പോൾ എല്ലാ വാർഡിലെയും സ്ഥാനാർത്ഥി ആരാന്ന് അറിയില്ലല്ലോ. CPM-ന് സ്ഥാനാർത്ഥി ഉണ്ടാവും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. നിലമ്പൂരിൽ CPM-ഉം കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. എല്ലാം പറയാൻ പറ്റും, നിഷേധിക്കാൻ പറ്റുമോ? ജമാഅത്ത് ഇസ്ലാമിയായിട്ടോ പിന്നെ PDP ആയിട്ടോ അതുപോലുള്ള മുന്നണികളുമായിട്ട് ഒരു ബന്ധവും CPM-നില്ല. ലീഗിനെതിരെ കോൺഗ്രസ് CPM ഒരുമിച്ചാണ്. വെറുതെ ആക്ഷേപം. പരപ്പനങ്ങാടിയിൽ അത്രയ്ക്ക് CPM-ഉം BJP-യും കോൺഗ്രസും ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ എവിടെയും ഒരു ബന്ധമില്ല. BJP-യുമായും കോൺഗ്രസിന് യാതൊരു ബന്ധമില്ല. വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഒറ്റപ്പെട്ട ചില വാർഡുകളിലെ സ്വതന്ത്രന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെയല്ല വിലയിരുത്തേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നണിക്ക് പുറത്തുള്ള ആരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞു, BJP-യുമായി CPM-ഉമായി അവരുടെയൊക്കെ ആ ഒരു രാഷ്ട്രീയമായ എതിർപ്പ് സൂക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾക്കൊള്ളുന്ന UDF സംവിധാനത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ വേണ്ടത്ര സഖ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രാദേശികമായ കാരണങ്ങൾ കൊണ്ട് ലീഗും കോൺഗ്രസിനും സാധിക്കാതെ വന്ന സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചു, മുസ്ലിം ലീഗ് മുസ്ലിമിൻ്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി എന്നുള്ളത് വലിയൊരു പേരും പെരുമയായിട്ട് പറയാൻ പാടില്ല. UDF സംവിധാനത്തിൻ്റെ തകർച്ചയാണ് ആ പെരുമാറ്റച്ചട്ടം. സംവിധാനത്തിന് തകർച്ചയല്ല, കാരണം ജനങ്ങളുടെ മുൻപാകെ ഉത്തരവാദിത്തമുള്ള മുന്നണി എന്നുള്ള നിലയിൽ ചില പഞ്ചായത്തുകളിൽ, പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സഖ്യം വേണ്ടത്ര പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല എന്ന വസ്തുത സത്യസന്ധമായി ജനങ്ങളോട് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവില്ല. കാലാകാലങ്ങളായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലക്കവെള്ളത്തിൽ മീൻപിടിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടെന്താ? ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, പ്രാദേശികമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് CPM-ൻ്റെ പ്രസക്തി എന്താ ഇന്ന് കേരളത്തിലുള്ളത്? അവരുടെ അണികൾ കൊഴിഞ്ഞു പോകുന്നതിന്, അവരുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിന്, അതിന് മറ്റു പാർട്ടികളെ കുറ്റം പറഞ്ഞിട്ട് അല്ല. ആഴത്തിൽ ആത്മപരിശോധന നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഹൃദയത്തിലേക്കാണ് പരിശോധന നടത്തേണ്ടത്. ഒരു ഫാസിസ്റ്റ് ഫേസ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്നതിന് ഞങ്ങളാണ് ഉത്തരവാദി. ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചിത്രം രൂപപ്പെട്ടു വന്നത് ഞങ്ങളാണ് ഉത്തരവാദി. മാർക്സിസ്റ്റ് പാർട്ടി ജനപക്ഷത്ത് നിൽക്കണം. ആ ജനപക്ഷത്ത് നിൽക്കുമ്പോൾ അവ്യക്തത ഉണ്ടാവില്ല. ഇത്രയേറെ ധാർമ്മികത പറയുന്ന ആള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്ന RSS-ഉം SNDP-യും ചേർന്നിട്ടുള്ള പുതിയ മുന്നണി, BJP-യോട് എത്രയോ കാലമായി നിരന്തരമായ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൗനം പാലിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ആദർശത്തെ തള്ളിപ്പറയുന്ന ഹിന്ദു വർഗീയവാദത്തെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന നിലപാട് ഉമ്മൻചാണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക? രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുള്ള വർഗീയതയെ നേരിടുന്നതിൽ ദുർബലമായി RSS-നോട് മൃദു സമീപനമെടുക്കുന്ന നിലപാട് കോൺഗ്രസ് എടുക്കല്ലേ? ദേശീയ രാഷ്ട്രീയത്തിൽ BJP കോൺഗ്രസും തമ്മിൽ മത്സരിച്ച് ഞങ്ങൾ പരാജയപ്പെട്ടവരാണെങ്കിൽ പോലും BJP-യോടുള്ള എതിർപ്പ് ശക്തമായി സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ BJP-യുമായി രഹസ്യബന്ധത്തിന് പോയിട്ടില്ല. പഴയ ചരിത്രം പറഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് സൂചിപ്പിക്കുന്നു BJP വർഗീയ കക്ഷിയാണ്, ആ വർഗീയത്തിലേക്കാണ് വരുന്നത്. ഇത് പറയുന്നതാരാ? ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം വർഗീയത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയും നാട്ടിലെ മുഴുവനും അംഗീകരിക്കുകയും ചെയ്ത നമ്മളെ മദനി സാഹിബിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും സ്വീകരിക്കുന്നതിന് വേണ്ടിയും പാർട്ടിയുടെ സെക്രട്ടറി അടക്കം മണിക്കൂറുകളോളം കാത്തിരുന്ന് സ്വീകരണം കൊടുക്കുകയും കേരളത്തിലെ അസംബ്ലിയിൽ എല്ലാ മെമ്പർമാരും ഒന്നിച്ച് കൈനീട്ടിക്കൊണ്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്തത് ഇവിടെ ഏറ്റവും അറിയപ്പെടുന്നു എന്ന് എന്നും ഇതേ രീതിയിൽ കോടതിയുടെ കേസ് നടക്കുന്ന അബ്ദുൽ നാസർ മദനിയുടെ പേരിലായിരുന്നു. ആ അബ്ദുൽ നാസർ മദനിനെ ഇങ്ങനെ തോളിലേറ്റി നടക്കുന്ന ഇടതുപക്ഷം പറയുന്നു BJP-യും
അതേമാതിരി SNDP-യും ഒരു കാര്യം ചോദിക്കട്ടെ. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അധികം വന്നത് എന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞോ? ഇവിടെ അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം നേതാക്കളാണെന്ന് പറയുന്ന, മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ, എല്ലാവരോടും എല്ലാവിധ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ വീടുകളിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ പറയുന്നതിനനുസരിച്ച് ഭരണം നടത്തുക ഇടതും വലതും ചെയ്തിരുന്നത്. അവർക്ക് അവിടെ ഒന്നും പ്രശ്നമില്ല. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമൂഹമാണ് ഈഴവ സമൂഹം. ആ ഈഴവ സമൂഹത്തിൻ്റെ ഒരു നേതാവിനെ രാഷ്ട്രീയമായിട്ട് ഉയർത്തി കാണിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഇവർ കാണിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് ഈ ജില്ലയെക്കുറിച്ച് വല്ല കാഴ്ചപ്പാടുണ്ടോ? അവർ അവസാനം പാസാക്കിയ റെസൊല്യൂഷനിൽ പറയുന്നത് ഈ ജില്ല വികസനത്തിൽ 14ാമത്തെ സ്ഥാനത്തെത്തി എന്നാണ്. ഈ ജില്ലയെ 14ാമത്തെ സ്ഥാനത്തെത്തിച്ച പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, നിയമസഭ, ലോക്സഭ ഇത് മുഴുവൻ ഭരിക്കുന്ന പാർട്ടി പറയാണ് ഈ ജില്ല 14ാമത്തെ സ്ഥാനത്തെത്തിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. മലപ്പുറം ജില്ലാ വിഭജനം എന്ന് പറയുന്ന സജീവമായി കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മലപ്പുറം ജില്ലാ വിഭജനത്തിൽ ലീഗിന്റെ നിലപാട് എന്താണ്? നിങ്ങൾ നേതൃത്വം നൽകുന്ന ഏതാണ്ട് 30ഓളം പേർ അംഗങ്ങളായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഒരു പ്രമേയം പാസാക്കി അതിന് പഠനം നടത്തണമെന്ന് ആ ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നേതൃത്വത്തിന്റെ നിലപാട് അക്കാര്യത്തിൽ എന്താണ്? തീർച്ചയായിട്ടും അത് പഠനം നടത്തേണ്ടതുണ്ട്. മലപ്പുറം ജില്ല ഭരിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. തീർച്ചയായിട്ടും ആ ജില്ലാ പഞ്ചായത്ത് എടുത്ത റെസൊല്യൂഷന് പാർട്ടിയോട് പ്രതിബദ്ധതയുണ്ട്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവർ ഈ റെസൊല്യൂഷൻ എടുത്തിട്ടുള്ളത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള ജില്ലയാണ്. ആ ജില്ല വിഭജിച്ചു പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇടുക്കി ജില്ല ഉണ്ടായത്? എന്തിനാണ് വയനാട് ജില്ല ഉണ്ടായത്? എങ്ങനെയാണ് പത്തനംതിട്ട ജില്ല വന്നത്? എങ്ങനെയാണ് 1968 മലപ്പുറം ജില്ല വന്നത്? എന്തിനാണ് ആ ജില്ല വന്നത്? അതേ കാരണങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ നിലവിലുണ്ട്. വർദ്ധിച്ച പോപ്പുലേഷനും അതുപോലെ തന്നെ ജനങ്ങളുടെ വർദ്ധിച്ച ആവശ്യങ്ങളും. തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളുടെ സന്തുലിതമായ വിതരണം നടക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് പണ്ടും ഇന്നും നാളെയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് SNDP കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് മുതൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, കേരളം, കേന്ദ്രം ഇങ്ങനെയുള്ള സ്ഥലത്ത് മുഴുവൻ നിങ്ങൾ ഭരിച്ചിട്ട് എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു വികസനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? ഇനി ഒരു ജില്ല വിഭജിച്ച് മറ്റൊരു ജില്ല വന്നാൽ നിങ്ങൾക്ക് ജില്ല ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലയിൽ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാക്കിയതാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ നയം ഞങ്ങൾ രൂപീകരിച്ചിട്ടില്ല. കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഒരു വേണ്ടണം എന്ന നിലപാടാണോ? UDF മുസ്ലിം ലീഗ് പ്രമേയം കൊണ്ടുവന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. എന്തിനാണ് മലപ്പുറം ജില്ല വിഭജിക്കുന്നതിനെ നിങ്ങൾ പേടിക്കുന്നത്? അതെ, പ്രധാനപ്പെട്ട ഞങ്ങൾ പേടിക്കുന്നില്ലല്ലോ. പല സംസ്ഥാനങ്ങളും മലപ്പുറം ജില്ലയിനേക്കാൾ കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. കോൺഗ്രസ് അതിന്റെ നിലപാട് എടുത്തിട്ടില്ല. സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ നിലപാട് നിങ്ങൾ പറയല്ലേ? എന്തുകൊണ്ട് CPM പേടിക്കുന്നു? കോൺഗ്രസിന്റെ നിലപാട് നിങ്ങൾ പറയല്ലേ? കോൺഗ്രസിന്റെ നിലപാട് നിങ്ങൾ പറയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് അനുകൂലമായോ എതിരായോ ഒരു നിലപാടിലേക്ക് സംഘടനാപരമായി ഞങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. അതിനകത്തൊരു രഹസ്യമല്ല. പിന്നെ നിങ്ങൾ ഇന്നലെ അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കല്ലേ? ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനകത്ത് എന്നിട്ട് അഭിപ്രായം പറയും. ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഴത്തിൽ ഒരു തീരുമാനത്തിലെത്താനുള്ള സമയം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ചർച്ച മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനെങ്ങനെ അഭിപ്രായം പറയാ? ഒരു ചോദ്യം കൂടി, ഈ ജില്ല വിഭജിച്ചാൽ മാത്രമേ വികസനം ഉണ്ടാകൂ എന്ന ലീഗിന്റെ നിലപാടിനോട് പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു അക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ഇൻട്രോഗേഷൻ പോലീസ് സ്റ്റൈലിൽ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് ഞങ്ങൾ ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി അഭിപ്രായ രൂപീകരണത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നല്ല അർത്ഥം. അങ്ങനെ വ്യാഖ്യാനിക്കരുത്, അത് ശരിയല്ല. അല്ല, ജില്ല 14ാം സ്ഥാനത്തെത്തി, ജനസംഖ്യ കൂടുതലാണ്, അതുകൊണ്ട് വിഭജിക്കണം. ഇതല്ല ജില്ലാ വിഭജനത്തിന്റെ മാനദണ്ഡം. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജില്ല വിഭജിക്കലല്ല. കേരളത്തിൽ ഇനി ഒരു പുതിയ ജില്ല വേണോ? ഇതാണ് ആലോചിക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്നതിന് പകരം വളരെ ഈ ലാസ്റ്റ് അവറിൽ ജില്ലാ വിഭജനം എന്ന മുദ്രാവാക്യം കുറച്ച് മോശമായ പ്രവണതയാണ്. 2, ജില്ലയിൽ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയ്ക്ക് ആവശ്യമായ ഒരു നല്ല വികസന പദ്ധതി തയ്യാറാക്കുന്നതിൽ പരാജയപ്പെട്ടു.
ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന് പകരം ആ പ്രശ്നത്തെ ജില്ലാ വിഭജനം എന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ വിഡ്ഢിയാക്കലാണ്. ഒരു ഉദാഹരണമായിട്ട് ജില്ലയിലെ കൃഷി ഇതുപോലെ ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ കാർഷിക മേഖല ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. 2 പ്രാവശ്യം അതിൽ 2ാം സ്ഥാനം വന്നതാണ്. ഇടതുപക്ഷം കേരളത്തിലെ തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് അത്രയും നല്ല ദീർഘവീക്ഷണത്തോടുള്ള പ്രൊജക്ട് തയ്യാറാക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത് ജില്ലയുടെ അകത്തുള്ള ശശിയേട്ടൻ ചോദിച്ചതാണ്. ഞാൻ ചൂടാവാതെ തന്നെ എന്നൊരു മറുപടി പറയാം. എന്താ വെച്ചാൽ ഈ ജനകീയ ആസൂത്രണത്തെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചൊരു പാർട്ടിയാണ് ലീഗ്. പക്ഷേ അതിനെ മുന്നോട്ട് നയിക്കാനല്ല, അതിനെ വികലമാക്കാനാണ് പിന്നീട് ശ്രമിച്ചത്. ഈ നവംബർ 1 പുതിയ ഭരണസമിതി വരേണ്ടതായിരുന്നു. ഇത്തവണ നവംബർ 3-നും 5-നും ഇലക്ഷൻ ഉള്ളൂ. 2010 എന്നാണ് നടക്കേണ്ടിയിരുന്നത്. 2010 എത്ര മാസം വൈകിച്ചു? ശശികുമാർ പറയണം. 2010 ഇടതുപക്ഷ ജനാധിപത്യം 1 മാസം നീട്ടി. ഞങ്ങൾ 15 ദിവസം നീട്ടിയിട്ടുള്ളൂ. അത് കോടതി ഇടപെട്ടുകൊണ്ടാണ്. 2010 ഒക്ടോബർ 2 അധികാരത്തിൽ വരേണ്ട ബോഡി എന്നാ വന്നത്? 2010 പറയണം. 2010 അതിന് മുമ്പ് എല്ലാ കാലത്തും ഒക്ടോബർ 2 അധികാരത്തിൽ വരേണ്ട ബോഡി നവംബർ 1 വന്നത്. 1 മാസം നീട്ടിക്കൊണ്ടുപോയി. 2010 മാത്രമല്ല 2010 ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 മാസമാണ് നീട്ടിയത്. 2001 ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞാനന്ന് മത്സരിച്ച ആളാണ്. 2000 സെപ്റ്റംബറിൽ നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2001 ജനുവരി 29 നടക്കുന്നത്. ഇപ്പൊ 2010 നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനെക്കുറിച്ച് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. 69 പഞ്ചായത്ത് കൃത്രിമമായി വെട്ടിയുണ്ടാക്കാൻ നടത്തിയ വഴിവിട്ട നീക്കം. ഇവിടെ ഒരു കാര്യം കൂടി, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേമാതിരി നമ്മളെ ജില്ലയുടെ വികസനത്തിന് മുഴുവനും മുരടിപ്പിച്ച് ഇതുവരെ 2 കൂട്ടരും ഭരിച്ച് ഇതാ ഇപ്പം ഈ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവില്ല. ജനങ്ങളുടെ വളരെ മുമ്പിൽ എല്ലാ വിധത്തിലും ജില്ലയിലെ നിങ്ങളൊരു യാത്രാ സൗകര്യത്തിൻ്റെ കാര്യം നോക്ക്, ആശുപത്രികളുടെ കാര്യം നോക്ക്. ഇവിടുത്തെ ഏത് കാര്യത്തിലും ജില്ല ഏറ്റവും മോശമായി നിൽക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഇവരെല്ലാവരും കൂടി എത്തിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ ഇവിടുത്തെ യാത്രയുടെ കാര്യം, റോഡുകളുടെ കാര്യം, ആശുപത്രികളുടെ കാര്യം, ഇവിടുത്തെ അഴുക്കുചാലുകളുടെ കാര്യം, കുടിവെള്ളത്തിൻ്റെ കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യവുമല്ലാതെ ഇവിടെ ഇപ്പം വന്നിട്ട് ഇലക്ഷൻ്റെ ടൈമിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ജില്ലാ വിഭജനം എന്നൊരു അതുകൂടി ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ജനങ്ങളെ എങ്ങനെങ്കിലും മയക്കിയെടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. ആസൂത്രണം അത് നിങ്ങൾ അഖിലേന്ത്യക്കാരോടെ നിൽക്കട്ടെ. ഇവിടുത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും ആസൂത്രണം എവിടെ നിൽക്കുന്നു? അതാണ് ഇവിടെ ചർച്ച. അഖിലേന്ത്യാ തലത്തിലല്ല ചർച്ച. ജില്ലാ വിഭജനം പോലുള്ള വളരെ ആഴത്തിൽ പഠനം നടത്തി ഒരു ജില്ലയുടെ അടിസ്ഥാന വികസനത്തെയും സ്വഭാവത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള വികസന ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും, പ്രാവർത്തികമായോ എന്നാ ചോദ്യം. അതിനെയൊക്കെ കേവലം ഒരു വർഗീയമായ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്നത് സത്യം പറഞ്ഞാൽ അത് ജനവിരുദ്ധമാണ്, നാടിന്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതിൽ ഏതായിരുന്നു വർഗീയം? ഞാനിപ്പോ സംസാരിച്ചതിൽ ഏതാണ് വർഗീയം എന്ന് പറയാൻ ഉത്തരവാദിത്തം അത് വേണം. ടെർമിനൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 6 നില ഷോപ്പിംഗുള്ള പദ്ധതിയെല്ലാം തീരുമാനിച്ചു. UDF സർക്കാർ വന്നപ്പോൾ അത് 4 നിലയും 2 നിലയും ഇപ്പോഴും ഒരു കാലിത്തൊഴുത്തിന്റെ രീതിയിലേക്കാണ്. മന്ത്രി കുറെ കാലം മലപ്പുറം ജില്ലയിലെ ആര്യാട് മുഹമ്മദ് അതിന്റെ സ്ഥാനത്തുണ്ടായിരുന്നു. എന്നിട്ടും ഈ മലപ്പുറം ജില്ലയിലെ ഈ പ്രധാനപ്പെട്ട കേന്ദ്രത്തോട് കാണിക്കുന്ന മലപ്പുറം KSRTC തീർച്ചയായിട്ടും മലപ്പുറത്തിന്റെ സാഹചര്യത്തെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. നേരത്തെ 60 കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ പ്രോജക്റ്റിൻ്റെ അടുത്ത് അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് സാങ്കേതിക വിദഗ്ധർ അതിന് അനുമതി തരാത്തത് കൊണ്ട് ഇപ്പോൾ അത് 20 കോടി രൂപയുടെ പ്രോജക്റ്റായി ചുരുങ്ങി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് സാധ്യതമാക്കി എടുക്കാൻ സാധിച്ചു. ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക, അത് കൊണ്ടുവരിക, ആശയം മുന്നോട്ട് വെക്കുക എന്ന് ആർക്കും പറയാവുന്ന ഒരു എളുപ്പമുള്ള പദ്ധതിയാണ്. പക്ഷെ അതിപ്പോൾ ഒരു സഫലമായ ഒരു പ്രോജക്റ്റാക്കി മാറ്റിയത് തീർച്ചയായിട്ടും UDF ഗവൺമെൻറ്റാണ്. ഇവിടെയുള്ള MLA ഉബൈദുള്ളയാണ്. ഇവിടെയുള്ള മറ്റു ഭരണസമിതികളൊക്കെ അതിൻ്റെതായ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഇബ്രാഹിം, നമ്മളെ കോഴിക്കോട് പണി പൂർത്തിയായി കഴിഞ്ഞു, തിരുവനന്തപുരത്ത് പൂർത്തിയായി കഴിഞ്ഞു, അങ്കമാലിയിൽ പൂർത്തിയായി കഴിഞ്ഞു. ഈ മലപ്പുറത്ത് ആ KSRTC പൊളിച്ചില്ലേ? നിങ്ങൾ പൊളിച്ചടുക്കിയില്ലേ?
നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭരണമുള്ള ഈ ജില്ല അതിൽ മറുപടിയുണ്ട്, തീർച്ചയായും പ്രകാശനും മറുപടി പറയണ്ടേ? പോവാണ്. തറക്കല്ലിടാൻ പോവാണത്. ഇവിടുത്തെ കൃഷി അതിന്റെ പരിഷ്കരിച്ച പദ്ധതിയുമായിട്ട് അതിന്റെ തറക്കല്ലിടൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് പെരുമാറ്റച്ചട്ടം വന്നത്. ഇപ്പൊ വന്ന പെരുമാറ്റച്ചട്ടാണോ KSRTCക്ക് തയ്യാറായത്? KSRTCന്റെ കട്ടപ്പുറത്ത് കയറ്റിയില്ലായിരുന്നു. CPM നേതാവ് ശശിയേട്ടൻ പറഞ്ഞു SNDP BJP ആയി കൂട്ടുകൂടുന്നതിനെ പറ്റിയിട്ട്. അങ്ങനെയാണെങ്കിൽ CPM SNDP വോട്ട് വാങ്ങില്ലേ? NSSന്റെ വോട്ട് വാങ്ങില്ലേ? ഇവിടുത്തെ മത സാമുദായിക സംഘടനയുടെ വോട്ട് CPM വാങ്ങില്ലേ? SNDP ഈ കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനമാണ്. അത് വെറും ജാതി സംഘടനയല്ല, ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് പണ്ടും ഇന്നും നാളെയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് SNDP കാണുന്നത്. SNDPയെ RSSന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോവുകയോ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുകയാണ്. മറ്റൊരു ജില്ലയിൽ നമുക്ക് ജനപക്ഷവുമായി വീണ്ടും കാണാം.